ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമുക്ക് കുറച്ച് വരിക്കച്ചക്ക കിട്ടിയായിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ അടയാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ആ ചക്കച്ചോളയൊക്കെ ഒന്നെടുത്ത് അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മൾ നല്ല നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ചട്ടിക്കകത്തോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം നമുക്കിതിൻ്റെ കട്ടിയൊക്കെ പോയി ഒന്ന് അലുത്ത് കിട്ടുന്നത് വരെ വേവിക്കണേ. അപ്പോൾ നമ്മളിതാ ഇത്രയും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിക്കുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേവിച്ചിട്ട് നന്നായിട്ട് അമക്കിയാൽ മതി. അല്ലാത്തവർക്ക് കട്ടിക്ക് ഇത്തിരി കഷ്ണം വേണ്ടവർ ഇത്രയും വേവിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്, തേങ്ങ ചിരണ്ടിയത്. പിന്നെ നമ്മൾ കുറച്ച് ശർക്കര കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇത് ഉണ്ടാക്കുന്ന അന്ന് തന്നെയാണ് അടയാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ തേങ്ങയും ശർക്കര ഇപ്പം തന്നെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദിവസത്തേക്കൊക്കെ വെച്ചിരിക്കാനാണെങ്കിൽ ഇതിനകത്ത് തേങ്ങ ചേർക്കണ്ട, ശർക്കര മാത്രം ചേർത്ത് വേവിച്ച് വെച്ചാൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടെ. ഇപ്പോൾ നമുക്ക് എല്ലാം നന്നായിട്ടൊന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക വേവിക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പൊടികളിലേക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത്തിരി റാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തരിതരിയുള്ള പുട്ടുപൊടി, അരിപ്പൊടി, പുട്ടുപൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ചക്ക വേവിച്ചതും കൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പൊടികളുടെ കൂടെ ഒരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം എല്ലാം കൂടെ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. നമ്മുടെ അടയ്ക്കുള്ള ബാറ്റർ റെഡിയായി. ഇനി നമുക്കിത് ഇലയിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇല മടക്കേണ്ട രീതിയാണ് കാണിച്ചു തരുന്നത്. നമ്മളിങ്ങനെ ഇല ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഈ മാവ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മടക്കിയിട്ട് വെക്കുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണേ. നമ്മളിങ്ങനെ ഒരു സമൂസയുടെ ഷേപ്പിലാണ് മടക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും മടക്കാം. ഏത് രീതി വെച്ചാലും നമുക്ക് അട നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. ഞങ്ങൾ ഇങ്ങനെ ഒരു രീതിയിലൂടെ ചെയ്യാറുണ്ട്. വെറുതെ വെച്ചിട്ട് 4 വശവും മടക്കിയിട്ടും ചെയ്യാറുണ്ട്. ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇല വാട്ടിയിട്ട് ചെയ്താലേ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇല പൊട്ടിപ്പോകും കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാം ഇഡലിത്തട്ടിനകത്ത് അടുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതാ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ തുറന്ന് കാണിക്കാം. വെന്തോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. അപ്പം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പർ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബായ്.